ഞാൻ ആൻ്റണി തോമസ് LIC ഏജൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് LICയുടെ ഒരു മൈക്രോ ബച്ചത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പോളിസിയോട് സംസാരിക്കാനായിട്ടാണ്. ഇതിൻ്റെ ടേബിൾ നമ്പർ 751. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ LICയുടെ എല്ലാ പോളിസിയും തന്നെ മിനിമം ഒരു സമ്മേഷനോട് പറയും, മാക്സിമം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഏജ്, വരുമാനം, ആരോഗ്യം അനുസരിച്ച് എത്ര വലിയ തുകയ്ക്ക് വേണമെങ്കിലും എടുക്കാം. എന്നാൽ ഈ പോളിസിക്ക് മിനിമം പോളിസി 1 ലാഖും മാക്സിമം പോളിസി 2 ലാക്സുമാണ്. 2 ലക്ഷം വരെയുള്ള പോളിസി ഉള്ളൂ. ഒന്നുകിൽ 1 ലക്ഷം എടുക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം എടുക്കാം. ഇനി ഇതിൻ്റെ ചേരുവാനുള്ള പ്രായം 18 വയസ്സാണ്. പരമാവധി പ്രായം 55 വയസ്സാണ്. ഇനിയുള്ള ടേം എന്ന് പറയുന്നത് 2 ടേം മാത്രമേ ഉള്ളൂ, 10 വർഷം 15 വർഷം. മറ്റ് പല പോളിസിക്ക് നമുക്ക് അതിന് ഇടയ്ക്കൊക്കെ കുറേ വർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലത് 25 വർഷം വരെ ഉണ്ടാകും, ചിലത് 35 വർഷം വരെ ഉണ്ടാവും. ഇതിൽ പറഞ്ഞാൽ ആകെ 2 ടേം മാത്രമേ ഉള്ളൂ, 10 വർഷം 15 വർഷം. അതുകൊണ്ടാണ് ഈ പോളിസീനെ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ അവർക്ക് താങ്ങാവുന്ന ഒരു പോളിസി. അപ്പം ഇതിൻ്റെ സാധാരണ പോളിസിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ഈ പോളിസിയിലും ഉണ്ട്. ഇപ്പം സാധാരണ പോളിസിയിൽ കിട്ടുന്നത് എന്തെല്ലാമാണ്? ഏതൊന്ന് പ്രീമിയം അടച്ച് കാലാവധി കഴിഞ്ഞ പോളിസി കിട്ടുന്നു, അതോടൊപ്പം നമുക്കതിന് വരുമാനം നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നു. അത് സാധാരണ പോളിസിയിൽ ബോണസ് എന്നാണ് പറയുക, ഇതിൽ ലോയൽറ്റി അഡിഷൻ എന്ന് പറയുക. അതായത് ഒരു തുക, മൊത്തം ഒരു തുകയാണ് LIC പറയുന്നത്. ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഇത്ര ഒരു സംഖ്യ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്ന പറയുന്നത്. ഇനി മറ്റ് പോളിസികളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും നമ്മൾ എടുക്കുന്ന പോളിസികളെല്ലാം തന്നെ നിങ്ങൾ ആ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തറിയാം. ഇപ്പം നിങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി ആയിരുന്നു ഞാൻ, ആ പ്രീമിയം കണക്കാക്കി കഴിഞ്ഞാൽ എങ്ങനെയും 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ പ്രീമിയം ഉണ്ടാകും. അത് പോളിസി തുകയേക്കാൾ കൂടുതലായിരിക്കും മിക്കവാറും പ്രീമിയം. അത് പ്രായം കൂടിയവർക്കാണെങ്കിൽ നല്ല വ്യത്യാസം വരും. എന്നാൽ ജീവൻ ലാഭ് പോലെ ചില പോളിസിയിൽ സമ്മർഷീഡിനേക്കാൾ കുറവ് പ്രീമിയം അടയ്ക്കുന്ന പോളിസികളുണ്ട്. ഈ പോളിസി എന്ന് പറയുന്നത് സമ്മർഷീഡ് ഒരിക്കലും പ്രീമിയം എത്തില്ല. സമ്മർഷീഡിനേക്കാൾ വളരെ കുറവാണ് പ്രീമിയം അടയ്ക്കുന്നത്. എന്നാൽ തിരിച്ചു കിട്ടുന്ന സംഖ്യയ്ക്ക് കുറവൊന്നുമില്ല. ഇതിൽ കവറേജ് എന്ന് പറയുന്നത് മറ്റു പോളിസിയിലുള്ള കവറേജൊക്കെ ഇതിലുണ്ട്. ഏതൊന്ന് മറ്റു പോളിസിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അപകട മരണ ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ചെറിയൊരു പ്രീമിയം അഡീഷൻ അടച്ചു കഴിഞ്ഞാൽ അപകടം മുഖാന്തരം മരിക്കുകയാണെങ്കിൽ ഡബിൾ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് കിട്ടും. ഇനി ADDB, അപകടം മുഖാന്തരം പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് പ്രീമിയം അടയ്ക്കാണ്ടാത്ത സംവിധാനം ഇതിലുമുണ്ട്. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ഒരാൾ അപകടം മുഖാന്തരം ആൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ പ്രീമിയങ്ങളെല്ലാം തന്നെ LIC അടയ്ക്കും, നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ട. ദെൻ അടുത്ത 10 വർഷം ഈ പോളിസിയുടെ 10%, അതായത് 2 ലക്ഷത്തിൻ്റെ പോളിസിന് 20,000 വെച്ചിട്ട് അടുത്ത 10 വർഷം അയാൾക്ക് LIC ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും. അതിന് കാലാവധി അതിന് കൃത്യമായി അടച്ച ഒരാൾക്ക് എന്തെല്ലാം കിട്ടും അതെല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാ കവറേജും. അതോടൊപ്പം 55 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസി ചേരാം. അത് മെഡിക്കൽ ചെക്കപ്പ് ഒന്നും വേണ്ട. പക്ഷെ എന്ന് കരുതി മാരക രോഗമുള്ള ആളുകൾക്ക് ചേരാൻ പറ്റില്ല. അഥവാ നിലവിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇതിൽ സെൽഫ് ഡിക്ലെയർ നമ്മളതിൽ കാണിക്കണം. നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ LIC പറയുന്ന മെഡിക്കലിന് ഒരു പക്ഷേ വിളിച്ചേക്കാം. അല്ലാതെ സാധാരണ ഇപ്പോൾ വലിയൊരു അസുഖങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കണില്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഈ പോളിസിയിൽ 55 വയസ്സ് വരെയുള്ളവർക്ക് ചേരാം. സാധാരണ നമ്മൾ പോളിസിയിലൊക്കെ 51 വയസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ വേണം. ഇതിലതൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇതിൽ പ്രീമിയം, ഇതിൽ കിട്ടുന്ന വരുമാനം നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു 30 വയസ്സായ ഒരാൾ 2 ലക്ഷം രൂപയുടെ പോളിസി 15 വർഷത്തേക്ക് ചേരുന്നു. അപ്പോൾ ഇദ്ദേഹം വാർഷിക പ്രീമിയമായിട്ട് അടയ്ക്കുന്നത് ഏകദേശം ഒരു വർഷത്തിൽ 10,400 രൂപയാണ് പ്രീമിയം അടയ്ക്കുന്നത്. അപ്പോൾ 15 കൊല്ലം കൊണ്ട് ഇദ്ദേഹം അടയ്ക്കുന്നത് 1,56,000 രൂപയാണ്. 2 ലക്ഷത്തിൻ്റെ പോളിസിക്ക് 1,56,000 രൂപയാണ് ഇദ്ദേഹം പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ബോണസ് അല്ല, ലോയൽറ്റി അഡീഷൻ ആണ്. ഇതിൽ 1 ലക്ഷം രൂപയ്ക്ക് LIC കൊടുക്കുന്ന ബോണസ് അല്ല ലോയൽറ്റി അഡീഷൻ 15 വർഷത്തെ പോളിസിക്ക് ഏകദേശം 32,500 രൂപ. അപ്പോൾ ഇദ്ദേഹത്തിന് 2 ലക്ഷത്തിൻ്റെ പോളിസി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് LIC തിരിച്ചു കൊടുക്കുന്നത് ഏകദേശം 2 ലക്ഷം രൂപയുടെ പോളിസി 65,000 രൂപ ലോയൽറ്റി അഡീഷൻ. അതായത് 32,500 പ്ലസ് 32,500, അങ്ങനെ 2,65,000 രൂപയോളാണ് ഏകദേശം ഇദ്ദേഹം തിരിച്ചിട്ട് കാലാവധി കഴിയുമ്പോൾ തിരിച്ചിട്ട്. ഇദ്ദേഹം അടച്ചിരിക്കുന്നത് 1,56,000 രൂപയാണ്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇതേ പോളിസി 50 വയസ്സുള്ള ഒരാൾ ചേരണമെങ്കിൽ അപ്പോൾ പ്രീമിയത്തിനുള്ള വ്യത്യാസം ഉണ്ട്. കാരണം അയാളുടെ പ്രായം കൂടി മോർട്ടാലിറ്റി റേറ്റ് മാറി. കാരണം ആൾ മരണസാധ്യത കൂടുതലായതുകൊണ്ട് ആൾ പ്രീമിയം കൂടുതൽ അടയ്ക്കുന്നത് നമുക്കത് കണ്ടറിയാം. 50 വയസ്സായ ഒരാളാണ് ഇതേ പോളിസി തരണമെങ്കിൽ അദ്ദേഹം അടയ്ക്കുന്ന പ്രീമിയം
11,400 രൂപ. നേരത്തെ നമ്മളെ 30 വയസ്സുകാരൻ പറഞ്ഞ എത്ര 10,400 ആണെങ്കിൽ ഇദ്ദേഹം 1000 രൂപ ഇദ്ദേഹം കൂടുതൽ അടയ്ക്കുന്നത് ഒരു കൊല്ലത്തിൽ. അങ്ങനെ 15 കൊല്ലം കൊണ്ട് ഇദ്ദേഹം 1,71,000 രൂപ ഇദ്ദേഹത്തിന് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. മറ്റേ 30 വയസ്സുകാർ 1,56,000 അടയ്ക്കുന്നത്. പക്ഷെ തിരിച്ചു കിട്ടുന്നത് രണ്ടാൾക്കും തുല്യമാണ്. ഇദ്ദേഹത്തിനും തിരിച്ചു കിട്ടും 2,65,000 രൂപയാണ്. 30 വയസ്സുകാരനും തിരിച്ചു കിട്ടുന്നത് 2,65,000 രൂപ. അതായത് മോർട്ടാലിറ്റി ചാർജ് കൂടുതലാണ്. മരണസാധ്യത കൂടുതലായതുകൊണ്ട് 30 വയസ്സുകാരന് മരണസാധ്യത കുറവായതുകൊണ്ട് അദ്ദേഹം പ്രീമിയം കുറച്ചടച്ചാൽ മതി. മറ്റാൾക്ക് റിസ്ക് കൂടുതലായതുകൊണ്ട് കൂടുതൽ പ്രീമിയം അടയ്ക്കണം. ഇനി ഇതേ തന്നെ 10 വർഷത്തേക്ക് പോളിസി എടുക്കണമെങ്കിൽ, നേരത്തെ പറഞ്ഞ ഇതേ ഉദാഹരണം തന്നെ 10 വർഷത്തേക്കാണ് നമ്മൾ പോളിസി എടുക്കണമെങ്കിൽ 30 വയസ്സുകാരൻ ഈ 2 ലക്ഷം രൂപയ്ക്ക് പോളിസിക്ക് അദ്ദേഹം ഒരു വർഷത്തിൽ അടയ്ക്കുന്ന പ്രീമിയം 17,074 രൂപയാണ് ഒരു വർഷത്തിൽ. അങ്ങനെ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് 1,70,740 രൂപയാണ് ഇദ്ദേഹം പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ 10 വർഷത്തെ പോളിസിയിൽ ലോയൽറ്റി അഡീഷൻ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. മറ്റേത് നമ്മൾ 32,500 കണ്ടത്, ഇതിൽ 18,000 രൂപയാണ് ഏകദേശം അല്ലെങ്കിൽ ലോയൽറ്റി അഡീഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് 2 ലക്ഷം രൂപയുടെ കൂടെ 18,000 രൂപ ഇൻറ്റു 2 അങ്ങനെ 36,000 രൂപ ലോയൽറ്റി അഡീഷൻ അടക്കം 2,36,000 രൂപയാണ് ഇദ്ദേഹത്തിന്. പക്ഷേ ഇദ്ദേഹം അടച്ചിട്ടുണ്ടാകും 1,70,000 അടച്ചിട്ടുള്ളൂ. നമ്മൾ മറ്റു പല പോളിസിയിലും വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ലാഭകരമാണ്. ഇനി തന്നെ 50 വയസ്സുകാരൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 50 വയസ്സുകാരൻ ഒരു വർഷത്തിൽ അടയ്ക്കുന്നത് 17,838 രൂപ. 30 വയസ്സുകാർ അടയ്ക്കുന്നത് 17,000 രൂപയാണ്. ഇദ്ദേഹം 18,000 1000 ഡിഫറൻസ് വരുന്നുണ്ട്. ആള് മൊത്തം അടയ്ക്കുക 1,71,000 ചില്ലാൻ രൂപ പ്രീമിയം അടയ്ക്കുന്നു. തിരിച്ചു കിട്ടുന്ന രണ്ടാൾക്ക് 2,36 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രീമിയം ഏകദേശം എന്താണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, ഇപ്പോൾ വയസ്സനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. ഇതാണ് ഈ പോളിസി. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിളിക്കാതിരിക്കാൻ. എൻ്റെ വാട്സപ്പ് നമ്പറും എല്ലാ നമ്പറും തന്നെയാണ്. വിളിക്കാതിരിക്കാൻ പറയാം. കാരണം ഞാൻ 4 കമ്പനികളുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഒന്ന് LIC, സ്റ്റാർ ഹെൽത്ത്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ്, 4 കമ്പനിയുടെ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു വരും. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 6-7 മിസ്ഡ് കോളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് ഇടുക. നിങ്ങൾ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഞാൻ ഇതുവരെ എന്നെ കേട്ട ഒരുപാട് പേര് എന്നെ വാട്സപ്പിലൂടെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ സംശയം ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു LIC ഏജൻറ്റ് ഉണ്ടെങ്കിൽ, സർവീസ് ചെയ്യുന്ന ഒരു LIC ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിന് സംശയങ്ങൾ ചോദിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. ഇനി പോളിസി തരാനായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻറ്റ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ അപ്പം ഞാനിവിടെ ഒരു കൺസൾട്ടിങ് ഫീസ് ഞാൻ വാങ്ങുന്നുണ്ട്. അത് റീഫണ്ടബിൾ ആണ്. 500 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൊട്ടേഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതിൻ്റെ പോളിസി തരാനുള്ള എല്ലാ സംവിധാനങ്ങളും ശരിയാക്കി തരും. അപ്പം ഞാനത് ചെയ്യാൻ കാരണം, കുറേ ആളുകൾ എന്നോട് സംശയം ചോദിക്കാനും കുറേ ആൾക്കാർക്ക് ഞാൻ കൊട്ടേഷൻ അയച്ചു കൊടുക്കാറുണ്ട്. പോളിസിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അത് അവസാനം ഘട്ടം വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ചിലപ്പോൾ ഏജൻറ്റ് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ അവരില് ഒരു പോളിസി, കുറേ പേര് എനിക്ക് പോളിസി തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെയധികം പേരും ഇങ്ങനെ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുത്തു അവസാനം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പോളിസി തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീഫണ്ടബിൾ കൺസൾട്ടിങ് ഫീസ്, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു LIC പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. അതല്ലെങ്കിൽ ഞാൻ ഫീസായിട്ട് മാറും. കാരണം ഞാൻ ഇതിനു വേണ്ടി കുറേ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. എൻ്റെ പോളിസി ഹോൾഡേഴ്സിനെല്ലാം ഞാൻ ഫ്രീ ആണ്. അവരൊന്നും എനിക്ക് ഒരു രൂപ പോലും സർവീസ് ചാർജ് തരേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ പോളിസി ഹോൾഡർ അല്ലാത്ത കാരണത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രെയിൻ എടുക്കുന്നത് കൊണ്ട് ഒരു കൺസൾട്ടിങ് ഫീസ് ഞാൻ വാങ്ങുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചാനലുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ നിലവിൽ മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, LICയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. കാരണം ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, നമ്മൾ എന്താണ് ഉടനെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വാഹനം ഒരാളെ ഇടിച്ചു, അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതൊരു ഹോസ്പിറ്റലാക്കും, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യണം. അതേപോലെ നമ്മുടെ വണ്ടി നമ്മൾ വിറ്റു, അതിൻ്റെ RC അവർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. അതുപോലെ നമ്മളൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങി, നമ്മൾ RC വേഗം മാറും, ഇൻഷുറൻസ് ഉടനെ മാറ്റിയില്ലെങ്കിൽ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്. അതുപോലെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളാണെങ്കിൽ ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്താണ്, നമ്മൾ അവിടെ നിന്ന് എന്തെല്ലാം ചെയ്യണം, അതിൻ്റെ ഡിസ്ചാർജ് ആവുന്ന ദിവസം നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു റീഇംബേഴ്സ്മെൻറ്റ് വന്നു, ക്യാഷ്ലെസ് കിട്ടിയില്ല, റീഇംബേഴ്സ്മെൻറ്റ് വന്ന് അതിൻ്റെ പ്രൊസീജിയർ എന്താണ്,
അല്ലെങ്കിൽ ഇതല്ല ഒരു ഡേ കെയർ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്, അതിന് പ്രൊസീജിയർ എന്താണ്? അതുപോലെ LIC പോളിസി ചേർന്ന ഒരാളെ സംബന്ധിച്ച് അതായത് ഒരു നോമിനി മാറ്റണം, അതിനെന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെ ഒരു ലോൺ എടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ നിരവധി വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. 177ഓളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 90% ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. പിന്നെ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം, നിർബന്ധമൊന്നുമില്ല. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഗുഡ് ബൈ.